നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലാകമാനം ഒരു കമ്മ്യൂണൽ ബിൽഡപ്പ് കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ വടക്കേ ഇന്ത്യയിൽ പൊതുവെ ഒരു കമ്മ്യൂണൽ ബിൽഡപ്പ് സംഘപരിവാർ ആൾക്കാർ, അത് BJP നേരിട്ടല്ല ചെയ്യുന്നത്, VHP, ബജരംഗ് ദൾ അങ്ങനെയുള്ള ആൾക്കാരെ വഴി അവർ ഒരു കമ്മ്യൂണൽ ബിൽഡപ്പ് ക്രിസ്ത്യാനികൾക്കെതിരെയും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന പൊളിറ്റിക്കൽ അപ്ഹീവലിന്റെ അതിൽ നടന്ന ചില നരഹത്യക്ക് എതിരായി മുസ്ലിങ്ങൾക്കെതിരെയും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. UP സർക്കാർ പറയുന്നു 25 എന്ന ഡിസംബർ 25 ക്രിസ്മസ് ദിനം ഒഫീഷ്യലി അവധിയല്ല സ്കൂളുകൾക്ക് ഒന്നും. മാത്രമല്ല, കുട്ടികളോട് സ്കൂളിലെത്തി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ സംഘപരിവാറിന്റെ ഏതോ ഒരു ക്യാമ്പയിൻ പോലെയാണ്. ഡൽഹിയിലെ കഴിഞ്ഞ ആഴ്ച ആദ്യമായി എൻ്റെ ഫ്ലാറ്റിലെ ഒരു RSS യൂണിഫോം ഇട്ട ആൾക്കാർ വന്നു. ഞാൻ വൈകുന്നേരത്തെ ഒരു ഉറക്കത്തിലായിരുന്നു. ഞാൻ നേരിട്ട് നമ്മളൊന്നും ചോദിക്കാൻ പോകുന്നില്ല അവരോട് പറഞ്ഞു എനിക്ക് RSSുമായിട്ട് മറ്റ് കക്ഷികളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞവരെ ഒഴിവാക്കി അവരങ്ങ് പോവുകയും ചെയ്തു. പക്ഷേ ഈ ഒരു ക്യാമ്പയിൻ നോർത്ത് ഇന്ത്യയിൽ വളരെ ശക്തമായി അവരുടേതായ രീതിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞാനിതിനെ കളിയാക്കി സംഘിസ്ഥാൻ, നോർത്ത് ഇന്ത്യ ഇപ്പോൾ ഒരു സംഘിസ്ഥാനായി എന്ന് പറയാം. ഹിന്ദുസ്ഥാൻ പോലുമല്ല. ഹിന്ദുസ്ഥാൻ ഒരു ഹിന്ദു ഒരു സെക്കുലർ വേർഡാണല്ലോ. ആരോ പറഞ്ഞ പോലെ യൂറോപ്യൻസ് കൊടുത്ത ഒരു വേർഡാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ സംഘിസ്ഥാൻ എന്നാക്കി വിളിക്കുകയാണ് ഇപ്പോൾ. ഇമ്പത്തെ ഒരു ഫ്ലേവർ അതാണ് പൊളിറ്റിക്സിൽ. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ന് രാവിലെ ഞാൻ കേട്ടത് പാർലമെന്റിനടുത്തുള്ള ഒരു സെക്രട്ട് ഹാർട്ട് കത്തീഡ്രൽ ഉണ്ട്, അവിടെ പോയിരിക്കുന്നു ക്രിസ്മസ് ആഘോഷിക്കാൻ. അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റിന്റെ വീട്ടിൽ ഒരു ക്രിസ്മസ് പാർട്ടി നടത്തുന്നു. ഇതൊക്കെ കാണിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ മിക്സ് സിഗ്നൽസ് ആണ് ഇവരൊക്കെ ചെയ്യുന്നത്. ആരോ പറഞ്ഞ പോലെ അർണബ് ഗോസ്വാമി ഇപ്പോൾ മോഡിക്കെതിരായ ദിവസവും നിലവിളിക്കുന്നു എന്നുള്ള ഒരു അത്ഭുതം കൂടെ നടക്കുന്നുണ്ട് ഇതിൽ കൂടെ. അതായത് എന്തോ ഒരു സംഗതി സംഘപരിവാർ കാര്യമായി മുന്നോട്ട് വെക്കുന്നു. അത് എന്താണെന്ന് അടുത്ത ദിവസങ്ങളെ വരത്തുള്ളൂ. പക്ഷെ എന്തായാലും ഇത് രാജ്യത്തിന് ഗുണകരമല്ല എന്ന് ശ്രീ മാധവൻകുട്ടി എഗ്രി ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഇങ്ങനെയുള്ള ഒരു ഫ്ലെയറപ്പിന് എന്താണ് ഇപ്പോൾ കാരണം എന്ന് താങ്കൾക്ക് തോന്നുന്നു? നാട്ടിൽ നിന്ന് ഒരു വീക്ഷണം നടക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ബീഹാറിന് ശേഷം അവർക്കൊരു ആഡഡ് എനർജി കിട്ടിയിട്ടുണ്ട്. അതും മനസ്സിലുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യമായിട്ട് താങ്കളെ കാണാൻ വന്ന ഗണവേഷധാരികളായ RSSകാർ എന്താണ് താങ്കളോട് ആവശ്യപ്പെടാൻ, എന്തിനാണ് താങ്കളുടെ വീട് സന്ദർശിച്ചത്? അല്ല, അത് അവരുടെ ഒരു ക്യാമ്പയിൻ. ഞാനത് തിരക്കിപ്പോൾ അറിഞ്ഞത് അവർക്ക് വീടാന്തരം കയറിയുള്ള ഒരു ക്യാമ്പയിൻ അവർ ചെയ്യുന്നുണ്ട്. അതിന് എന്തിനു വേണ്ടിയാണെന്ന് ഞാൻ ചോദിച്ചില്ല. അവരുടെ അജണ്ടയായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മളതിന്റെ ഡീറ്റെയിൽസ് അയക്കാൻ പോയില്ല. പക്ഷെ അവർക്കൊരു വീടാന്തരമുള്ള ഒരു ക്യാമ്പയിൻ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലും ഡൽഹിയിലും നടത്തുന്നുണ്ട്. അത് അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെന്താണ് അവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടക്കുന്ന ഒരു സംഗതിയാണ്. അവര് RSSകാരെ BJPക്ക് വേണ്ടി BJP പറയുന്നില്ല, RSS എന്താണ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുന്നത്. എന്റെ ആശങ്ക താങ്കൾ ക്രിസ്ത്യൻ ആയതുകൊണ്ട് താങ്കളുടെ വീട് സന്ദർശിക്കാൻ തിരഞ്ഞെടുത്തതാണോ? അതല്ല. എനിക്ക് ക്രിസ്ത്യൻ ഒരു സിമ്പിളും ഞാൻ എന്റെ സൊസൈറ്റിയിൽ കൊടുക്കാറില്ല. അവർക്കറിയുമല്ലോ താങ്കൾ ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചതെന്ന്. അല്ല, ചെറിയാന്നുള്ള പേരിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ഏറാ ചെഴിയൻ മന്ത്രിയായിരുന്നു ജനതാ പാർട്ടി സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഒത്തിരി പേര് എന്നെ തമിഴനായിട്ടും ഏറാ ചെഴിയന്റെ വർഗ്ഗക്കാരായിട്ടും കരുതുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾക്ക് നല്ല ഒരു ക്രിസ്തുമസും ഒരു സന്തോഷകരമായിട്ട് ഒരു ക്രിസ്തുമസും താങ്കൾക്കും കുടുംബത്തിനും ആദ്യം നേരുന്നു. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം തുടങ്ങിയ ശേഷം വരുന്ന ആദ്യത്തെ ക്രിസ്തുമസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും
നല്ലൊരു ക്രിസ്മസും സന്തോഷവും സമാധാനവും താങ്കൾക്കും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾക്ക് നേരുകയാണ് ആദ്യം. എന്റെ കുടുംബം കാരണം ക്രിസ്ത്യാനിയല്ല. അത്തരത്തിലുള്ള എന്റെ ഒരേ ഒരു ക്രിസ്മസ് ആഘോഷം അശോക ഹാളില് രാഷ്ട്രപതി വിളിക്കുന്ന ജേർണലിസ്റ്റുകൾക്കും ഓഫീസിൽ വിളിക്കുന്ന കരോൾ സർവീസ് ആയിരുന്നു. അതൊരു സെക്യുലർ കരോൾ സർവീസ് ആയിരുന്നു. അവിടെ ഞാൻ പോകുമായിരുന്നു. ഇപ്പോൾ അതില്ല. പ്രണാബ് മുഖർജി വന്നതിന് ശേഷം അത് നിർത്തി. അപ്പൊ അതുകൊണ്ട് നമ്മൾ പോകാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഒരു സന്തോഷത്തിന്റെയും ഒരു പ്രതീക്ഷയുടെയും ഒരു സമാധാനത്തിന്റെയും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് താങ്കൾക്ക് അത്തരം ഒരു സന്തോഷം നേരാതെ വയ്യ. അപ്പൊ അതുകൊണ്ട് ദയവായി സ്വീകരിക്കും. സ്വീകരിച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ ഒരു റിലീജിയസിറ്റി ഇല്ല. ഇത് സെക്യുലർ ആയിട്ടുള്ള. അല്ല, ഞാനും അങ്ങനെ അർത്ഥത്തിലല്ല. ക്രിസ്മസിന് അതിന്റെ സെക്യുലർ അർത്ഥങ്ങളും മാനങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനെപ്പോഴും ക്രിസ്മസ് ആയാലും ഓണം ആയാലും ഒക്കെ അതിന്റെ അന്തസ് അതിന്റെ അന്തസാരത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് അതുപോലും അത്തരത്തിലുള്ള ഒരു പാരസ്പര്യം പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പൊ താങ്കൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം പോലും ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് അവരെ ആക്രമിക്കുന്ന ഒരു ക്രിസ്തുമസ് കാലം. പണ്ട് എലിയട്ട് പറഞ്ഞ ഒരു വരി താങ്കൾക്ക് അറിയുമായിരിക്കും. ഏപ്രിൽ ഇസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്ന് തുടങ്ങുന്ന വേസ്റ്റ് ലാൻഡിലെ ആ പുസ്തകം. അപ്പൊ അതുപോലെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഏറ്റവും നിർദ്ദയമായ മാസമായി ക്രിസ്മസ് മാസം വരികയാണ്. അതാണ് താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ. ഇവിടെ ഓരോ സംസ്ഥാനത്തും എടുത്തു നോക്കിയാൽ ഇപ്പൊ നമ്മുടെ വാർത്തകളിൽ കൂടിയും നമ്മളുടെ സുഹൃത്തുക്കൾ കൂടി അറിയുന്നത് വളരെ 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 പണ്ടില്ലാതിരുന്ന വിധത്തിൽ വളരെ ഏകീകൃതമായും വളരെ വളരെ സംഘടനാപരമായി യോജിച്ചും പല സ്ഥലങ്ങളിൽ മധ്യപ്രദേശിൽ, ഛത്തീസ്ഗഡിൽ, രാജസ്ഥാനിൽ, ഡൽഹിയിൽ ഈ പല സ്ഥലങ്ങളിലും ഇത്തവണ ക്രിസ്മസിന് നേരെ നടക്കുന്ന കൽക്കട്ടയിൽ നടക്കുന്നു. ഇത് അതിനൊപ്പം താങ്കൾക്ക് അവിടെ നിന്ന് ഒരു പക്ഷേ കേരളത്തിലേക്ക് കണ്ണെത്തുകയാണെങ്കിൽ കേരളത്തിലും ഒരു 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 പുതിയ രീതിയിൽ ഈ ക്രിസ്മസിനെ സമീപിക്കുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. ഒരു പക്ഷേ ക്രിസ്ത്യാനികൾ തങ്ങൾ വിചാരിച്ച രീതിയിൽ, സവർണ ക്രിസ്ത്യാനികൾ പോലും തങ്ങൾ വിചാരിച്ച രീതിയിൽ BJPയിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല എന്ന ഒരു തിരിച്ചറിവ് കൊണ്ടാവണം കേരളത്തിൽ സംഘപരിവാർ അതിന്റെ ഒരു 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 വളരെ നിഷേധാത്മകമായ മുഖം പതുക്കെ പുറത്തെടുത്തു തുടങ്ങി. അത് കഴിഞ്ഞ ലോക്കൽ ബോഡീസിന് ശേഷമാണെന്ന് തോന്നുന്നു ആ തിരിച്ചറിവ്. കാരണം ഇന്നലെ പാലക്കാട് നടന്ന ഒരു കരോൾ പാർട്ടിക്ക് നേരെ ആഹ്ലാദത്തിൽ കുറച്ച് ചെറുപ്പക്കാർ നടത്തിയിരുന്ന ഒരു കരോൾ പാർട്ടി പാട്ടും നൃത്തവുമായി പോയിരുന്നവരെ ഒരു സംഘപരിവാർ ആളുകൾ ആക്രമിച്ചു. ഇത് വളരെ 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 എനിക്ക് തോന്നി അത് വളരെ പരസ്യമായിട്ടുള്ളായിരുന്നു. പണ്ട് എനിക്ക് വളരെ ഒരു അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ തകർപ്പെട്ടതിന് ശേഷം തന്നെ കേരളത്തിലെ ഹിന്ദുക്കളുടെ വീടുകളിൽ ക്രിസ്തുമസ് നക്ഷത്രങ്ങൾ തൂക്കരുതെന്ന് പ്രാദേശികമായി പല RSS ഘടകങ്ങളും നിർബന്ധിച്ചത് എനിക്കറിയാം. അപ്പൊ കൊടുങ്ങല്ലൂർ മേത്തലയിലൊക്കെ വളരെ വളരെ അത്ഭുതകരമായിട്ട് അന്ന് തുടങ്ങിയതാണിത്. അതിപ്പോ ചെറിയ ആദ്യത്തെ കാര്യമല്ല. കൺഫർമേഷനാണ് സർ. എനിക്ക് തോന്നുന്നത് പാലക്കാട്ട് നടന്നത്, കേരളത്തിലെ പാലക്കാട്ട് നടന്ന ഒരു കൺഫർമേഷനാണ്. അതായത് ഈ സംഘപരിവാർ ശക്തികൾ ഒരു അഖിലേന്ത്യാ തലത്തിൽ എന്തോ ഇങ്ങനെ ഒരു സംഗതി ചെയ്യണം, ക്രിസ്ത്യാനികളെ ഒന്ന് പേടിപ്പിച്ചു നിർത്തണം ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പാലക്കാട്ട് മുതൽ കൽക്കട്ട വരെ, ഡൽഹി വരെ, നോർത്ത് ഈസ്റ്റിൽ അവർ ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റിലും ട്രൈബൽസ് മെജോറിറ്റി ക്രിസ്ത്യാനികളുള്ള സ്റ്റേറ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ ബാക്കി ട്രൈബൽ ബെറ്റിലെല്ലാം റാഞ്ചിയിലും എനിക്ക് വന്ന ജാർഖണ്ഡിലും അവർ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ അവിടെ ഒരു ട്രൈബൽ ലീഡറാണ് ഭരിക്കുന്നത്. ഈ സംഗതി അവരുടെ ആഹ്വാനം, ഇന്റേണൽ ആഹ്വാനം എന്താണെന്ന് നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷെ എന്തോ ക്രിസ്മസിനെ ബേസ് ചെയ്ത് അവർ RSSന്റെ കേന്ദ്രത്തിൽ നിന്നും അതായത് എനിക്ക് തോന്നുന്നത് അടവുപരമായ ഒരു ചെറിയ നയം മാറ്റം സംഘപരിവാറിനകത്ത് സംഭവിക്കുന്നുണ്ട്. കാരണം ഈ മുഖം, അതായത് ഒരു മുഖം മൂടി ക്രിസ്ത്യൻ പള്ളിയിൽ മോടി പോകുന്നത് ആദ്യമല്ല ക്രിസ്തുമസിന്.
ഇപ്പൊ പി രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് വന്നിരുന്നത് കേരളത്തിലെ തമിഴ്നാട്ടിലെ ക്രിസ്ത്യൻ വോട്ടുകൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്തു നിന്ന് വരുന്നയാളാണ് ഇപ്പോഴത്തെ പുതിയ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ. അപ്പൊ അദ്ദേഹത്തെയും അതിന്റെ മുഖംമൂടിയുടെ ഭാഗമായി അദ്ദേഹത്തെയും കൂടെ നിലനിർത്തിക്കൊണ്ട് തന്നെ അടിത്തറയിൽ, അതായത് ഗ്രൗണ്ടിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു അടവിലേക്ക് അടുത്ത കാലത്തായിട്ട് ചെറിയാൻ സൂചിപ്പിച്ച പോലെ മാറുന്നതിന്റെ ഒരു ലക്ഷണമാണ് പാലക്കാട് മാത്രമല്ല, ആദ്യമായി എനിക്ക് എന്റെ ഒരു ഓർമ്മയിൽ ആദ്യമായി സംഘ് ഹാൻഡിലുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ക്രിസ്തുമസ് സ്കൂളുകളിൽ പാടില്ല, ഇത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. വളരെ നേരിട്ട് കാർഡുകളും ക്രിയേറ്റീവുകളും ഉപയോഗിച്ച് ഒരു വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുമസ് വീട്ടിൽ നടത്തിക്കൊള്ളൂ, പൊതു ഇടങ്ങളിൽ സ്കൂളുകളിൽ നടത്തിക്കൂടാ. ഇത് കേരളത്തിന്റെ മനസാക്ഷിയോടുള്ള, കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സിന് നേരെ ഓങ്ങിയ ഒരു കഠാരയാണ്. കാരണം ക്രിസ്മസ് അവധി എന്നാണ് മലയാളി കുട്ടികൾ, ഞാനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ പറഞ്ഞു വന്നിട്ടുള്ളത്. ആ ക്രിസ്തുമസ് അവധി എന്നുള്ളത് നമ്മളുടെ മലയാളി മനസ്സിന്റെ ഒരു അവിഭാജ്യ ഘടകമായി ഈ സാംസ്കാരികമായി മാറിക്കഴിഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, 2025 ഈ മലയാളിയോട് പറയുന്നത് ക്രിസ്തുമസ് സ്കൂളുകളിലും കോളേജുകളിലും ആഘോഷിച്ചുകൂടാൻ. അതിനർത്ഥം ക്രിസ്തുമസിന് ഇനി അവധി പാടില്ല എന്ന് വരും. ഇത് UP-യിൽ നിന്ന് ഞാനത് ശ്രദ്ധിച്ചിരുന്നു. ഗണഗീതം പാടില്ല, അതുപോലെ നമ്മുടെ ശിവൻകുട്ടി എന്ന മന്ത്രി പറഞ്ഞു എന്നാ വേണ്ട, ക്രിസ്മസും വേണ്ട എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കേരളം എത്തിയെന്നാണ് താങ്കൾ പറയുന്നത്. അതെ, അല്ല എത്തിയെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ എന്തോ ഞാൻ മനസ്സിലാക്കുന്നത് 2 മുഖമുണ്ടല്ലോ RSSന് എന്നും. ഒന്ന്, അവരുടെ പുറത്ത് കാണിക്കേണ്ട ഒരു മുഖം, അതാണ് മോഡിയും അമിത്ഷായും പള്ളിയിൽ പോക്കും. CBCI തിരുമേനിമാർ ചെന്ന് അദ്ദേഹത്തെ പോയി കണ്ടു നിന്ന് അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന്. അതെ, ഇത്തവണ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും അത് ചെയ്യാറില്ല. അദ്ദേഹം നമ്മൾ പൊതുകാര്യമാണല്ലോ പറയുന്നത്. വാസ്തവത്തിൽ ഈ RSSന്റെ പൊതുമുഖത്തിന്റെ ഭാഗമാണ് കുര്യനെ പോലെ ഒരു മന്ത്രി ഉണ്ടാവുക കേരളത്തിൽ, അല്ലെങ്കിൽ PC തോമസിനെ പോലെ പണ്ട്, അല്ലെങ്കിൽ കണ്ണന്താനത്തെ പോലെയുള്ള ആളുകളെ അവതരിപ്പിക്കുക. ഇത് അതിന്റെ ഒരു കപട മുഖം അവതരിപ്പിക്കലാണ്. അതിന്റെ RSSന്റെ അതിന്റെ ജീനിലുള്ള കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധതയുടെ ഭാഗമായ ക്രിസ്ത്യൻ വിരുദ്ധതയുടെയും അതിനൊരു മുഖം മൂടിയാണ്. ആ മുഖം മൂടി പലപ്പോഴും എടുക്കും, വീണ്ടും അണിയും. അതുപോലെ പേടിപ്പിക്കേണ്ടപ്പോൾ പേടിപ്പിക്കും, പേടിപ്പിക്കേണ്ടാത്തപ്പോൾ ചിരിച്ച് സുരേഷ് ഗോപിക്ക് വോട്ട് മേടിക്കും. അച്ഛന്മാരെ കണ്ടും ബിഷപ്പ് പോലെ. തൃശ്ശൂർ സംബന്ധിച്ച് എന്താണ്, തൃശ്ശൂർ അച്ഛന്മാരുടെയും കത്തോലിക്ക സഭയുടെയും സവർണ ക്രിസ്ത്യൻ സഭകളുടെയും വോട്ട് കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതേ അതിരൂപതകളുടെ കീഴിലുള്ള വോട്ടുകൾ തിരിച്ച് UDF-ലേക്ക് പോകുന്നു. അപ്പോൾ അവിടുത്തെ സംഘപരിവാറിനും RSSനും ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. ഇവരെ വിശ്വസിച്ചുകൂടാ നസ്രാണികളെ, അവർ ചിലപ്പോൾ നമ്മളെ കൈവിട്ടേക്ക്, ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പണ്ടേ അവർ പറയുന്നതാണ്. കയ്യിൽ കാശും കീശയിൽ യേശുവും, ഇതാണ് RSS പ്രചാരകർ കേരളത്തിൽ വളരെ വർഷങ്ങളായി പ്രചരിപ്പിച്ച് കേട്ടിട്ടുള്ളത്. എന്നോട് നേരിട്ട് പറയുന്ന എത്രയോ RSS സംഘപരിവാറിൽ, മാധവൻകുട്ടി, ഇവന്മാരല്ലെങ്കിലും കയ്യിൽ കാശും കീശയിൽ യേശുവുമായല്ലേ കേരളത്തിൽ. അതതിന്റെ അർത്ഥം ഈ കുര്യനെയും ഈ കണ്ണന്താനത്തെയും കൊണ്ടു നടക്കലും മോഡിയുടെ പള്ളിയിൽ പോക്കും, അച്ഛന്മാരെ വിളിച്ചു വരുത്തി, അച്ഛന്മാരുടെ തിരുമേനിമാർക്ക് ഈ കപടമുഖം തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നലെ പമ്പ്ളാനി തിരുമേനി പറഞ്ഞത്. പമ്പ്ളാനി തിരുമേനി പലതും പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറയാണ്, BJP-യോട് ഞങ്ങൾക്ക് തൊട്ടുകൂടായ്മയില്ലെന്ന്. എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ പുരോഹിതന് ഈ ഇന്ത്യൻ സന്ദർഭത്തിൽ, ലോക സന്ദർഭത്തിൽ ഇങ്ങനെ പറയാൻ കഴിയുക? ഇതാണ് ആലോചിച്ച് നോക്കേണ്ടത്. അതായത് അതിനൊരു കാരണം വേറൊന്നുമില്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമല്ല, അതിലെ കള്ളപ്പണം ഞാൻ വെറും പണമല്ല, കള്ളപ്പണത്തിന്റെ ഇതായിട്ടാണ് ഈ ക്രിസ്ത്യൻ വലിയ മഹാസ്ഥാപനങ്ങൾ ഇവർ സൃഷ്ടിച്ചിട്ടുള്ളത്.
അപ്പൊ യേശുവിന്റെ തടയിട്ടുകൊണ്ട് ഈ CBIയെയും EDയെയും മറ്റും അത് തടയാൻ കഴിയുകയില്ല. ആ ഭയത്തിൽ നിന്നാണ്. അത് ഭൂമിയിലെ, സ്വർഗത്തിലല്ല, ഭൂമിയിലെ സ്വത്തിനെ സംരക്ഷിക്കാൻ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കും സവർണ സഭകൾക്കും അവർക്കത് ചെയ്യാതെ കഴിയില്ല. കാരണം സ്ഥാപനങ്ങൾ അത്ര വലുതാണ്, ഭീമമായ സ്ഥാപനങ്ങളാണ്, സാമ്രാജ്യങ്ങളാണ്, ചെറിയ സാമ്രാജ്യങ്ങളാണ്. ആ സാമ്രാജ്യം ഒരു വ്യത്യാസമുണ്ട് ഇതിന്